ഹലോ. അപ്പോൾ നമ്മൾ എഡിൻബ്ര കാസിലൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പം ഞാൻ മാത്രമായിട്ടൊന്ന് ഇറങ്ങിയതാണ്. കാരണം ഇവിടെ ഒരു സിറ്റി ഒബ്സർവേറ്ററി ഉണ്ട്. ഒരു നല്ലൊരു വ്യൂ ആണ്, ഒരു ഹിൽ ഏരിയ ആണ്. നമുക്ക് ഈ സിറ്റിൻ്റെതും അതേമാതിരി തന്നെ സൺസെറ്റിൻ്റെ സമയമൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സൺസെറ്റൊക്കെ ശരിക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അപ്പം ഞാൻ നടക്കുന്നത് നമ്മളെ ഹോട്ടലിൽ നിന്നും ഒരു കിലോമീറ്ററാണ്, ഏകദേശം ഒരു 12-15 മിനിറ്റാണ് കാണിക്കുന്നത്. ഇപ്പം നേരെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിപ്പം ഞാൻ തനിച്ചാണ് ആ സിറ്റി ഒബ്സർവേറ്ററി അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം നേരത്തെ MLA കുറേ നടന്നതാണ്, ആൾ കുറേ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് നാളെ ഇനി ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആൾ റൂമിലപ്പോൾ ഇഷലിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഫ്രണ്ടിൽ കാണാം, അത് കണ്ടോ ടവർ പോലെ, അവിടെയാണ് സിറ്റി ഒബ്സർവേറ്ററി. നമുക്ക് ഇവിടുന്ന് ഇവരെല്ലാവരും എനിക്ക് തോന്നുന്ന ആ ഒരു ഏരിയയിലേക്കാണെന്നാണ് തോന്നുന്നത്. ഒരു ഹിൽ ഏരിയ, അതിനെക്കൊണ്ട് തന്നെ കുറച്ച് കയറാനുണ്ട്. കാൾട്ടൺ ഹിൽ എന്നാട്ടോ ഇതിൻ്റെ പേര്. അവിടെയൊക്കെ ബോർഡിൽ കാണാം കാൾട്ടൺ ഹില്ല് സിറ്റി ഒബ്സർവേറ്ററി. അപ്പോൾ ഞാനിപ്പോൾ സിറ്റി ഒബ്സർവേറ്ററി ഈ കാൾട്ടൺ ഹില്ലിലാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണത്. ഞാൻ അവിടെ നിന്നും കണ്ടപ്പോൾ വിചാരിച്ചു ഒരുപാട് നടക്കാനുണ്ടെന്ന്. ഇല്ല, ഒരു 10 മിനിറ്റ്. നേരത്തെ നമ്മൾ പോയ ആ കാസിലേക്ക്, അതാ എഡിൻബ്ര കാസിൽ. അപ്പോൾ ഞാൻ ഈ കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഈ എഡിൻബ്ര സിറ്റിയുടെ ശരിക്കുള്ള വലിപ്പം, അതായത് നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ മാത്രമായ ഒരു ഏരിയയിൽ മാത്രം സ്പെൻഡ് ചെയ്ത്. പക്ഷേ ഇതാ കണ്ടോ, ഇതൊക്കെ എഡിൻബ്ര സിറ്റീൻ്റെ ഭാഗമാണ്. കണ്ടോ ഇവിടെയൊക്കെ അവിടെ ദൂരെ കാണാം. അവിടെ ക്രൂയിസ് ഷിപ്പൊക്കെ കിടക്കുന്ന കാണുന്നുണ്ട്. ക്രൂയിസ് ഷിപ്പ് വലിയൊരു സിറ്റി തന്നെയാണ് അത്. ഇവിടെ ഒരുപാട് ഐലൻഡ് ഏരിയ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ ദൂരെ കാണാൻ ബിൽഡിങ് പോലെ, ബിൽഡിങ്. ഒരുപാട് ഐലൻഡ് ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള കാൾട്ടൺ ഹില്ലിൻ്റെ മുകളിൽ കാണാം. ഇതുപോലത്തെ ഒരുപാട് സ്ട്രക്ചേഴ്സ് കാണാം. മോണുമെൻറ്റുമായിട്ടൊക്കെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടോ. നല്ല കാറ്റാണ്. ഇങ്ങനെ വൈകുന്നേരം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിറ്റി ഒബ്സർവേറ്ററി തന്നെ കേട്ടോ. അവിടെ സിറ്റി ശരിക്കും കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ല, ഒരു 3 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ടാവുന്നത്. 2 പില്ലേഴ്സ്. ഇതിൻ്റെ ബാക്കിൽ കണ്ട നല്ല അടിപൊളി അല്ലേ, നല്ല പച്ചപ്പ്. നല്ല ഈ ഒരു 6:30 മണി സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങനെ സണ്ണിങ്ങനെ ആ ഭാഗത്തു നിന്ന് അടിക്കുന്നതിനെ കൊണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിതിൻ്റെ ബാക്കിൽ കാണാം വേറൊരു ഹില്ല് കാണാം. ഈ
ഇവിടുന്ന് ഒരു ഹൈക്കിങ് ഒരു 45 മിനിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ഹൈക്കിംഗ് ഉണ്ട്. ഞാൻ ആ കാട്ടൽ ഹില്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു ഹിൽ ആർത്തർ സീറ്റ്, അപ്പോൾ അങ്ങോട്ടൊന്ന് പോയൊക്കെ നീ വെച്ചപ്പോൾ കണ്ടോ അങ്ങോട്ടേക്കുള്ള വഴിയാണിത്. ഇവിടെ നമുക്കൊരു സിമിട്രി കാണാം, ഇതിലൂടെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ആർത്തർ സീറ്റ് ഞാൻ ഇവിടുന്ന് ആ ആർത്തർ സീറ്റിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടതാണ്. ആ വഴിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് കണ്ടോ, സെമിട്രീൻ്റെ ഉള്ളിൽ കൂടാണ് ആ വഴി കാണിക്കുന്നത്. എൻ്റെ ഭംഗിയുള്ളൊരു ഏരിയ എന്നറിയത്. ഞാനങ്ങനെ ആ ആർത്തർ സീറ്റിലേക്കുള്ള ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ കാണും കേട്ടോ. ഇങ്ങനെ മുകളിലൊക്കെ ഹൈക്ക് ചെയ്യുന്നത്, താഴേക്ക് ജോഗ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലം, നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഹില്ല്. ഏതായാലും ഫുള്ളൊന്നും കയറാൻ പറ്റും തോന്നുന്നില്ല. എത്ര വരെ പോകാൻ പറ്റും അവിടെ പോവാ, തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. അവിടെ കണ്ടോ ആർത്തർ സീറ്റ് സമ്മിറ്റ്. ഇവിടുന്നാണ് എൻഡിലേക്ക് പോകേണ്ടത്. കുറച്ച് ഹൈക്ക് ചെയ്യാണ്ട്. ഞാനൊരു അരമണിക്കൂറായി അങ്ങനെ ഹൈക്ക് ചെയ്യുന്ന. അതിൻ്റെ മുകളിലെത്തണം. ഇനിയും കാണിക്കുന്നത് 20-25 മിനിറ്റാണ്. സമയമില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയായിരുന്നു. ഓ, ഇതിൻ്റെ മുകളിൽ ആളുകളെ കാണാം. മുകളിലെത്തണം. ഹൈക്കിങ് അവിടെ വെച്ച് നിർത്താണ്. അതിൻ്റെ മുകളിൽ വരെ ഒരു 15-20 മിനിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ തിരിഞ്ഞ് നടക്കണ്ട. കുറച്ച് സമയം 7:30 മണി ആവാനായേ. അപ്പോൾ ഒരു നല്ലൊരു ഏരിയ കണ്ടപ്പോൾ ഇവിടെ വരെ നടന്ന് കണ്ടോ. ഇതിൻ്റെ മുകളിൽ അടിപൊളി വ്യൂ അല്ലേ. ഓ, നല്ല കാറ്റ്. ഇതാണ് ആർത്തർ സീറ്റ്. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മളൊരു 4 മണിക്കൊക്കെയാണ് ശരിക്കും മുകളിൽ വരെ പോയത്. ഇവിടെ കുറേ ആൾക്കാർ സൺസെറ്റ് ഒക്കെ കാണാനും വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങാണ്. താഴേക്ക് നല്ല കാറ്റ്, അവിടെ നല്ല തണുപ്പും കൂടി. 7:45 കുറച്ച് താഴേക്ക് പോകാണ്ട്. ഓ, എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ മുകളിൽ നല്ല വ്യൂ, നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട്. മുകളിൽ കയറുന്ന പോലെയല്ല, താഴേക്ക് പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ആ ഹൈക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. മുമ്പ് സമയമില്ലാണ്ടായിപ്പോൾ എനിക്ക്. ഒരു 1 ഹവറും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഓൾറെഡി 8 മണി ആവാനായി. നമുക്ക് തിരിച്ചിട്ട് പോകണ്ടേ, ആ ടൈമും കാണണമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലെത്തിയിട്ട് ഇരട്ടായി കഴിഞ്ഞാൽ ഇറങ്ങാനും കുറച്ച് പണിയായിരിക്കുക. ഓ, അങ്ങനെ തിരിച്ച് റൂമിൽ തന്നെ എത്തി. ഇന്ന് ഓൾമോസ്റ്റ് 24,000 സ്റ്റെപ്സോളം നടന്നിട്ടുണ്ട് ഇന്ന്. നമ്മളെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്ന് നടന്നിട്ടുണ്ടാവാം. ഏകദേശം 16-17 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. എമ്മല് പിന്നെ ഇവിടെ റെസ്റ്റ് എടുക്കാനല്ലേ അല്ലേ, റൂമിൽ വെച്ചതിന് ശേഷം ബാബ അവിടെയൊക്കെ പോയി വന്നില്ലേ. ഓക്കെ, ഏതായാലും നമ്മളാ ഈ വീഡിയോ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇനി നമ്മളെങ്ങോട്ടേക്കാണ്, നാളെയാണ് നമ്മൾ മെയിനായിട്ട് പോകാനുള്ള ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എഡിൻബർഗിൽ വരാൻ തന്നെ കാര്യമായിട്ട് ആ ഒരു ട്രിപ്പിനും വേണ്ടിയിട്ടാണ്. അതായത് ഹാരി പോട്ടറിൻ്റെ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഗ്ലെൻഫിനാൻ എന്ന് പറഞ്ഞ ബ്രിഡ്ജ്, ആ ഒരു സ്റ്റീം എൻജിൻ ഒക്കെ പോകുന്നത്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് നാളെയാണ്. ഇവിടുന്ന് ഡേ ട്രിപ്പാണ്. ഓക്കെ അമ്മാ, അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. ഇത് നമ്മൾ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.
ബൈ.